എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള പ്രാർത്ഥനയുടെ 3-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. വാത്സല്യ പ്രിയമുള്ളവരെ, ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരിക. ഇവിടെ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് ഞാൻ പോകാം. മരിച്ചവരെ ജീവിപ്പിക്കില്ലാത്തതിനുള്ളതിനെ പോലെ വിളിച്ചു വരുകയും ചെയ്യുന്ന ദൈവമെന്ന് അവൻ വിശ്വസിച്ചു. ആശയ്ക്ക് വിരുദ്ധമായ ആശയോടെ അവൻ വിശ്വസിച്ചു. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവൻ്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു എന്നല്ലേ എഴുതിയിരിക്കുന്നത്? ശക്തിപ്പെട്ടു, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. സ്തോത്രം. നിങ്ങൾ എന്നെ ഒന്ന് നോക്കി എല്ലാവരും. 2025 വിശ്വാസമല്ല 2026 വേണ്ടത്. പ്രാർത്ഥിച്ചോ, ദേശത്തിൽ പ്രാർത്ഥിച്ചോ. താവേ, കരുത്തമുള്ള വിശ്വാസം, അബ്രഹാമിനെ പോലുള്ള വിശ്വാസം. വിശ്വാസത്തിൽ അബ്രഹാമിനെ പോലെ പെട്ട വേറെ ആരുമില്ല ഇവിടെ. അതാ റോമാലേഖനത്തിൽ ഒരു ചാപ്റ്റർ പുള്ളിക്ക് വേണ്ടി കൊടുത്തിരിക്കുക. പൗലൂസ് അല്ല, പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുക. ഒന്ന്, ആശയ്ക്ക് വിരുദ്ധമായ ആശയോടെ വിശ്വസിച്ചു. അല്ല, ഒന്നാമത്തത് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തവരെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമെന്ന് വിശ്വസിച്ചു. 2, ആശയ്ക്ക് വിരുദ്ധമായ ആശയോടെ വിശ്വസിച്ചു. 3, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. 4, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അടുത്ത്, ദൈവത്തിന് ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. അവൻ വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാനെന്ന് പൂർണ്ണമായി ഉറച്ചു. വിശ്വാസത്തിൽ ഉറച്ചു. ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തെങ്കിൽ ആ വാഗ്ദത്ത നിവർത്തി തരുവാൻ ദൈവം മനുഷ്യനല്ല, അവൻ ദൈവമാണ്. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. അവൻ എലോഹിയായ ദൈവമാണ്. അവൻ സർവജ്ഞാനിയാണ്. അവൻ സർവശക്തനാണ്. അവൻ സർവവ്യാപിയാണ്. ഭൂമിയിലും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം പ്രാപിച്ച ദൈവമാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. എന്തുകൊണ്ട് നമുക്ക് വിശ്വാസമില്ല? പലസ്തീൻ നാട്ടിലെ മുക്കോന്മാരെല്ലാം കൂടി ഒരു ദിവസം എന്തുകൊണ്ട് ഇങ്ങനെ പറയുക, ചൊട്ടയെ കൊട്ടിച്ച് ഇങ്ങനെ പറയുക, കർത്താവേ ഇവിടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണേ. എനിക്കെന്ത് ഇഷ്ടമായ വാക്യം. നമ്മളാണെങ്കിൽ ചോദിച്ചാൽ, കർത്താവേ ഒരു 2 ഏക്കർ കൂടി തരണേ കർത്താവേ, നല്ല പാല് കിട്ടുന്ന റബ്ബറൊക്കെ ഉള്ള സ്ഥലം തരണേ കർത്താവേ. നമ്മുടെ കാര്യമല്ല പറയണത്, ഈ ലോകത്ത് കിടക്കുന്ന കുറെ വിശ്വാസികളുണ്ട്. കർത്താവേ എനിക്കിപ്പോഴത്തെ വണ്ടി പോലെ ഒരു നല്ല വണ്ടി തരണം, പഴയ വണ്ടികളിലൂടെ നല്ല വണ്ടി തരണം കർത്താവേ. കർത്താവേ 3 മക്കളുണ്ട്, 3 മക്കൾക്ക് ഓരോ വണ്ടി, 3 പേർക്ക് ഓരോന്ന് കൊടുക്കണം കർത്താവേ. എനിക്കും ഭാര്യയ്ക്കും കൂടി ഒന്നേ ഉള്ളൂ, അത് അവർക്ക് ഒരെണ്ണം കൊടുക്കണം കർത്താവേ. എനിക്ക് വേറൊരെണ്ണം തരണം കർത്താവേ. പിണറായി പറഞ്ഞു കുറെ സൂപ്പർ വണ്ടി കിടപ്പുണ്ട്, 1,10,00,000 തരണം കർത്താവേ എന്ന് പിണറായി പറഞ്ഞു. എന്താ ദൈവമക്കളി ഇതൊക്കെ? അരിയാഹാരം കഴിക്കുന്നവരല്ലേ ഈ പൊട്ടത്തരങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നമ്മൾ? എന്താ ഇതൊക്കെ? ഒരു ഭരണം കൈ കിട്ടിയാൽ പിന്നെ എന്താ വാങ്ങുന്നുണ്ടോ? 4 പ്രവചനം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മാനുഷിക ഭരണത്തിൻ്റെ മേൽ പറഞ്ഞാട്ടെ, നിങ്ങൾ പറഞ്ഞാട്ടെ, പറയാനുള്ളവര്, അത്യുന്നതനായ ദൈവം അവരുടെ മേൽ ഭരണം നടത്തുന്നു എന്നുള്ളത് നമ്മുടെ ഭരണാധികാരികൾ മനസ്സിലാക്കിയെങ്കിൽ നന്നായിരുന്നു. മാനുഷിക ഭരണത്തിൻ്റെ മേൽ ഒരു അത്യുന്നതനായ ദൈവത്തിൻ്റെ ഭരണമുണ്ട്. അത് രാജാക്കന്മാരും മന്ത്രിമാരും MLA-മാരും ജനപ്രതിനിധികളും മനസ്സിലാക്കണം. ആൾക്കാരുടെ വോട്ട് വാങ്ങി പല്ലിളിച്ച് ചിരിച്ചു കാണിച്ച് വോട്ട് മേടിച്ചിട്ട് വോട്ട് കൈ കിട്ടി ജയിച്ചു കഴിയുമ്പോൾ ഓന്തിൻ്റെ നിറം മാറുന്ന പോലെ മാറുന്നവരോട് ഞാൻ പറയുക, എനിക്ക് എൻ്റെ മുമ്പിൽ കിട്ടിയാൽ ഞാൻ പറയും, എനിക്കൊരു പേടിയില്ല അതിന് പറയാൻ. ഉള്ളതല്ലേ പറയണം, സൗര ഉള്ളതല്ലേ പറയണം, പിന്നെന്താ? കള്ളമൊന്നുമില്ല. നിങ്ങളുടെ ഈ ചിരി, നിങ്ങൾ MLA കസിലിരിക്കുമ്പോൾ ചിരിക്കുമോ? ഇപ്പം എനിക്ക് സമയമില്ല, ഞാൻ ഇച്ചിരി തിരക്കിലാണ്, അതല്ലേ പറയുള്ളൂപ്പ. അതാണ് മനുഷ്യൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ, സങ്കീർത്തന പുസ്തകത്തിൽ കുഞ്ഞു വാക്യം പരിശുദ്ധമായി എഴുതി വെച്ചത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്നെ ദൈവവചനം പഠിപ്പിച്ച 94-കാരനായ ഒരു വാർദ്ധക്യത്തിലുള്ള അപ്പച്ചനോട്, ഞങ്ങൾക്കൊരു മരണം നടന്നു. ഒരു പ്രായമുള്ള അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും പുള്ളിയും കൂടി ഞങ്ങളെല്ലാം ഒരു കാറിലാണ് പോയത്. അത് കഴിഞ്ഞ് അവിടെ അമ്മച്ചിയുടെ അടുക്ക പോയി ഇങ്ങനെ നിൽക്കുക. അപ്പം അമ്മച്ചി പ്രത്യാശയോടെ മരിച്ചു പോയി എന്നാണ് വിശ്വാസം. ആര് കണ്ടു? പ്രത്യാശയില്ല, ഒരു കുന്തവും ഇല്ലായിരുന്നു. എല്ലാവരും കൂടി പറഞ്ഞ് പ്രത്യാശ ഉള്ളതാക്കി തീർത്തതാണ് നമ്മൾ. ഇപ്പം അങ്ങനെയാണല്ലോ, മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചും പാടിയൊക്കെ എന്ത് ചെയ്യാം, അമ്മേ അങ്ങോട്ട് മുകളിലോട്ട് കയറ്റി വിടുക. എന്നിട്ട് നമ്മൾ പറയും പ്രൊമോട്ടഡ് ഹെവൻ. പിന്നെ വേറെ പദങ്ങളൊക്കെ ഒന്ന് പറയാം നിങ്ങൾ. പ്രൊമോട്ടഡ് ഹെവൻ,
ക്രിസ്തുവിൽ മരിച്ചു, നിത്യതയിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഇതൊക്കെ നമ്മൾ പറയുക. നമുക്ക് ഇവർ പോകുന്നതുകൊണ്ട് നമുക്കൊരു വിരോധം ഉണ്ടാകും അമ്മ, ഒരു വിരോധമില്ല. പക്ഷെ ഇത് നടക്കുമോ? അത്രേ ചിന്തിക്കണം ഇത്. അപ്പം ഞാൻ ചോദിക്കും, പാസ്റ്റർ എന്താ ഇങ്ങനെ കിടന്ന് ഇത്ര കർക്കശമായിട്ട് ഈ കാര്യം പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ആരായിരിക്കുമെന്നതും, രണ്ടാമത് ജീവനോടിരുന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്നത് ആർക്കാണെന്നും, ജീവനോടിരുന്നാൽ രൂപാന്തരം പ്രാപിക്കുന്നത് ആരാണെന്നും ഈ സത്യവേദ പുസ്തകത്തിലൂടെ ഒരല്പം പഠിച്ചു വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ എനിക്ക് വിശ്വാസമില്ല. പാട്ടുപുസ്തകത്തിൽ പാട്ടിഷ്ടം പോലെ കൊണ്ട്, പേർ വിളിക്കും നേരം കാണും എൻ പേരും, പേർ വിളിക്കും നേരം കാണും. പാടിക്കോ. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും. എനിക്ക് ഈ പാട്ടങ്ങോട്ട് കേട്ടിരിക്കും ഭയങ്കര സന്തോഷം. കാരണം പേർ വിളി കാണുക. ഞാൻ ഞങ്ങളുടെ ഉപദേഷ്ടാവിനോട് ചോദിച്ചു, അപ്പം എല്ലാ വീട്ടിലും ഈ പാട്ട് പാടുന്നുണ്ടല്ലോ. ഏത് പാട്ട്? പുള്ളി 94 വയസ്സിലെ വേദപണ്ഡിതനാണ്. ഏത് പാട്ട് സഹോദരാ? പേര് വിളിക്കും നേരം കാണും എൻ പേര്. അപ്പൊ പുള്ളി പറഞ്ഞു, പുതിയ പേര് നമുക്ക് തരുമെന്നുണ്ട്, പേര് വിളിക്കുന്നൊന്നും മൊത്തത്തിലില്ലെന്ന്. അല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മൾ ഈ പാട്ടിലൊന്നും കുഴഞ്ഞു പോകരുത്. സ്തോത്രം. അവരുടെ ഭാവനയിൽ അവർ എഴുതിയതാ, അവരെ തെറ്റു പറയുന്നില്ല. അവരുടെ പ്രത്യാശയാതെ എന്നെ പേര് വിളിക്കും, അപ്പൊ ഞാൻ കാണുമെന്ന്. പാമ്പോൾ പാസ് ഇങ്ങോട്ട് വരട്ടെ, അജി പാസ് വരട്ടെ, പാരി വരട്ടെ, ടോമിച്ചാൻ വരട്ടെ, അവർ വരട്ടെ, ഇവർ വരട്ടെ, ഒന്നുമില്ല. ക്രിസ്തുവിൽ മരിച്ചവർ, പറഞ്ഞ ബാക്കി, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ ജീവിച്ചു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. പുസ്തകത്തിലുള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റും, ഭാവനയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതെത്രയും പറഞ്ഞതിന്റെ കാരണം അവന്റെ വിളിയാലുള്ള ആശ. ആ പ്രാർത്ഥനയുടെ ഒരു കുഞ്ഞു വാക്യമാണ്, അവന്റെ വിളിയാലുള്ള ആശയില്ലത്. ദൈവം നമ്മളെ വിളിച്ചതിന് ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ആശയമുണ്ട് സഹോദര, അല്ലെങ്കിൽ പാസ്റ്ററെ, അല്ലെങ്കിൽ സഹോദരിമാരെ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, പ്രവചിക്കാം, ശുശ്രൂഷന്മാർക്ക് കൂടെ നിന്ന് കൈത്താങ്ങൽ കൊടുക്കാം. അവർക്കിട്ട് താങ്ങരുത്, കൈത്താങ്ങൽ കൊടുക്കണം. ഇന്ന് പലരും എന്ത് ചെയ്യുക, താങ്ങി പാസ്റ്ററിന്റെ ശുശ്രൂഷ വരെ പോയ ചരിത്രങ്ങളുണ്ട്. എനിക്ക് ചുമ്മാ പറയുകയല്ല, ഇത് പുറത്ത് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ പറഞ്ഞേക്കാൻ കുഴപ്പമൊന്നുമില്ല. തിരുവനന്തപുരത്ത് എൻ്റെ ഒരു കൂട്ടുസഹോദരൻ പറഞ്ഞതാ, പ്രവചിക്കാനായിട്ട് ഹല്ലേലൂയ പ്രവാചകനായ ശുശ്രൂഷകൻ പോയി. ഞാനത് വിശ്വസിക്കുന്നില്ല, ചുമ്മാ പൊട്ടത്തരം പറയുക. പ്രവചനം ഇത് പ്രവചനമാന്നേ. പല വചനങ്ങളെ കൊണ്ട് യൂദായും ശീലാസും പ്രവാചകന്മാരാകിയാൽ പല വചനം കൊണ്ട് പ്രബോധിച്ചു കൊടുക്കും. ലോകം കേൾക്കട്ടെ ഞാൻ പറയുന്നത്, പാസ്റ്റർമാർ കേൾക്കട്ടെ, നന്നാകാനുള്ളവരൊക്കെ നന്നായിക്കോട്ടെ, കർത്താവിൻ്റെ വരവായി. കള്ളപ്രവാചകനാണ് പുള്ളി, പ്രവാചകനൊന്നുമല്ല, ചുമ്മാ പ്രവചിക്കാൻ പോയി. കാരണം ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കള്ളപ്രവചനമാണെന്ന്. പുള്ളി പ്രവചിച്ച് 6 മാസം കഴിഞ്ഞ് വന്നപ്പോൾ അസിസ്റ്റന്റ് പാസ്റ്ററിന്റെ ഭാര്യയുടെ ഭർത്താവായി. നമ്മുടെ ആത്മീയ കോളത്തിൽ നടക്കുന്നത് കേട്ട് മനസ്സിലാക്കട്ടെ. അപ്പൊ പാസ് വന്നപ്പോ പറയുക, അപ്പൊ പുള്ളിക്ക് പ്രവചിക്കുന്ന സമയത്ത് പുള്ളിക്ക് ഇത് മനസ്സിലായില്ലേ, ഞാൻ പ്രവചിക്കാൻ പോകുമ്പോൾ ഈ മുടിഞ്ഞവൻ ഒരു പക്ഷേ എൻ്റെ ഭാര്യയും കൊണ്ട് പോകും, അതുകൊണ്ട് എനിക്ക് പോകരുത് എന്ന് പ്രവചിക്കാൻ പുള്ളിക്ക് പറ്റിയില്ലേ? ദൈവാത്മ കിട്ടിയില്ലേ? ദൈവാത്മാവ് ഉണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ, നല്ല ആത്മാവല്ലല്ലോ. കള്ളപ്രവാചകന്മാരാണ് ഇന്ന് കൂടുതലും. എന്നോടൊരു ദിവസം, ഞാനൊരു പ്രവചനായിരുന്നു കേട്ടോ, ഞാൻ പറയാം. എന്നോടൊരു അമ്മാമ്മ വന്നിട്ട് പറയാ, പാസ്റ്റമ്മ പറയാ, പാസ്റ്റർ അമേരിക്കയില് കഷ്ടപ്പാടില് ദുരിതത്തിൽ കിടക്കുകയാണ്, പാസ്റ്റർ ഒന്ന് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, വല്ല ആലോചന വല്ലതും ഉണ്ടെങ്കിൽ പറയുമോ എന്ന് ചോദിച്ചു. ഞാനെന്താ പറയാന്? ഇയാൾ അവിടെ കിടന്ന് പാപം ചെയ്തോ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് അവർ അവിടെ ഇട്ടിരിക്കുക, കാശൊന്നും കൊടുക്കാണ്ടിട്ട് കഷ്ടപ്പെടുത്തുക, ഞാനെന്ത് പ്രവചിക്കാനാ? ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കാം. അമ്മാമ്മയുടെ കണ്ണീര് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം, ഇന്നേക്ക് 5 വർഷം മുമ്പ് നടന്ന സംഭവമാണ്, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിരുന്നപ്പോൾ പാസ്റ്റർ ഒരു വാക്യം കിട്ടി, ഞാൻ അവനെ സ്വദേശത്തേക്ക് അയക്കുന്നൊരു വാക്യം. ഈ വാക്യം പോയി പറഞ്ഞു, വാക്യം വായിച്ച് ആശിച്ചോളാൻ പറഞ്ഞു. അത് നടന്നില്ലെങ്കിൽ എൻ്റെ കട്ടപ്പോഹാ. എന്തായാലും 3-4 മാസം കഴിഞ്ഞപ്പോൾ ഉള്ളിയിലെ കെട്ടിപ്പുറക്കി അവിടെ നിന്ന് ചവിട്ടി ഇങ്ങോട്ടൊക്കെ വിട്ടു. അമേരിക്കയിൽ എല്ലാവരും കൂടി വിദേശത്ത് ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് ഒരു പൂഞ്ഞാനിയുടെ ശുശ്രൂഷയില്ലാതെ അവിടെ കിടന്ന് വട്ടം കറങ്ങുന്നവനെ ചവിട്ടി ആക്കുന്ന സംഭവം ഉണ്ട്. അതുകൊണ്ട് ആക്ഷൻ വരെ കാണിച്ച് ഡെമോൺസ്ട്രേഷൻ സ്റ്റഡി. മനസ്സിലായോ? ഒരു അമേരിക്കൻ വിസ, ഒരു
സൗദി വിസ എനിക്ക് വന്നതാ, ഞാൻ പോയിട്ടില്ല. എന്താ പോകാത്തെ? കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ? അതൊന്നും ദൈവഗീതമല്ലെന്ന് പ്രാർത്ഥിച്ച മനസ്സിലായി. പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് സൂപ്പറായിട്ട് പോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പക്ക ജിഡികനായി വരും. അവസാനം ചത്ത നരകത്തിലോട്ടും പോകും. അതിലും ഭേദം ഇവിടെ കിടന്ന് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒരുമിച്ച് ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ അങ്ങോട്ട് പോകണം. പറഞ്ഞേ സ്വർഗരാജ്യത്തിൽ പോ. അതല്ലേ നല്ലത്? സമൃദ്ധിയുടെ മടിത്തട്ടിൽ കിടന്ന് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് കഷ്ടപ്പാടോടുകൂടി മരിച്ച് സ്വർഗത്തിൽ പോകുന്നത് നല്ലതാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കണം ഇന്ന് പകൽക്കാലം. അപ്പൊ ഞാനത് മനസ്സിലാക്കിയത് കർത്താവിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ ചരിത്രമാണ്. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച അന്ന് മുതൽ ഞാൻ ആ വിഷയം എന്ത് ചെയ്തു? നന്നായിട്ട് ഗ്രഹിക്കാനിടയായി. 4 ഞാൻ എപ്പോഴും പറയുന്ന ഭാഗം 1 കൊരിന്ത്യർ 4-ന്റെ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെ ഇന്നുവരെയും. ഇതാരെ കുറിച്ച് ആര് പറയുന്നു? പൗലൂസായ അപ്പോസ്തലൻ കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരായ അവരെ കുറിച്ച് അവര് തന്നെ പറയുന്ന കാര്യം. ഇനി 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം എടുത്താട്ടെ. ഇതൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ, ഇത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ 3 മുതൽ വാക്യങ്ങൾ വായിക്കാം. പാസ് ഉറച്ചു വായിച്ചോണേ, ഇതിൽ കിട്ടണം. 6-ന്റെ 3 മുതൽ. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ ശുശ്രൂഷകന്മാര്, മനുഷ്യന്റെ അല്ല. ഇന്ന് മനുഷ്യരുടെ ശുശ്രൂഷകന്മാരും പിന്നെ സ്വയം കയറി ആയവരും ഒക്കെയാ ഇന്ന് കിടക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത് വായിക്കാം. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം. അവിടെ നിൽക്കട്ടെ. പൗലോസ് ശീലാസും കാരാഗൃഹത്തിൽ കിടന്നപ്പോ എന്നെ സന്തോഷമായിരുന്നു. ഇവിടെ കാല് ബന്ധിച്ചിട്ടിരിക്കുക, കയ്യിൽ ചങ്ങലയുണ്ട്, കാല് ബന്ധിച്ചിട്ടിരിക്കുക. ഈ ചങ്ങല വെച്ചിങ്ങനെ കൈയടിക്കുമ്പോ ചങ്ങലയുടെ ശബ്ദമാ കേൾക്കുന്നേ. പൗലോസ് പറയാ, ശീലാസെ കുറച്ചുകൂടി പരിജ്ഞാനത്തോടെ ഇടപെട്ടെങ്കിൽ ഈ ഗതികെട്ട അവസ്ഥ നമുക്ക് വരുമായിരുന്നു. ശീലാസ് പൗലോസിനോട്, പൗലോസ് കുറച്ച് ഇടപെട്ടപ്പോ കുറച്ച് അമിതാവേശം കാണിച്ചു, അതുകൊണ്ട് ഇവിടെ വന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോ, കുറ്റം പറഞ്ഞോ? നമ്മളിപ്പോ അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നേ. നമ്മളിപ്പോ അത് പരിശുദ്ധാത്മാവ് വിവേചിച്ച് പറയുകയാണ്, നമ്മളിപ്പോ അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നേ. നീ അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ഒന്നും പറയണ്ട. നമ്മളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി നമ്മൾക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ദൈവത്തെ ഒന്ന് ആത്മാവിൽ ആരാധിച്ചു നോക്കിയേ. പൗലോസും ശീലാസും ചെയ്തതാ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൂടി പഴിയാരാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കോടതിയിലും കേസിനും വഴക്കിനും തമ്മിൽ തല്ലാതെ, കൺവെൻഷൻ നടത്തി പന്തല് കെട്ടിയതിനും അതിന് കിട്ടിയ ഇതിന് കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പറഞ്ഞ് വഴക്കും പിടിച്ച് ലോകത്തിന്റെ മുൻപാകെ കൂത്തുകാഴ്ചയായി ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം തീർന്നെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പൗലോസ് ശീലാസ് അതൊന്നും ചെയ്തില്ല. അവരെന്ത് ചെയ്തു? അവര് ദൈവത്തോട് നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനകൾ ആത്മാവിലായി. റോമർ 8 നമ്മൾ വായിച്ച ആത്മാവിന്റെ പ്രാർത്ഥന അവിടെ ഉയർന്നു. ആത്മാവിന്റെ പ്രാർത്ഥന ഉയർന്നു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിന് ദൈവത്തിന് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. ദൈവം ഒരു എർത്ത് അങ്ങോട്ട് അയച്ചു. ഈ സ്വത്രം ഈ അടിച്ചകത്താക്കിയവനെയും ആ കാരാഗൃഹത്തെയും പൊളിച്ചു കളയത്തക്ക നിലയിൽ ഒരു ഭൂകമ്പം ദൈവം അയച്ചു. ദൈവം ആരാണ്? സർവശക്തനാണ്. ഭൂമി അതിന്റെ പൂർണ്ണതയും ഭൂതലം അതിന്റെ നിവാസികളും ദൈവത്തിന്റെ വകയാണ്. ഇന്ന് മനുഷ്യൻ താമസിക്കുന്ന ഭൂമി ദൈവത്തിന്റെ വകയാണ്. നമ്മൾ കീറി മുറിച്ച് നമ്മുടേതാക്കി കരം കൊടുത്ത് നമ്മൾ അതിൽ കയറി കിടക്കയാ. ഇത് നമ്മുടേതല്ല, ഇത് ഇട്ടേച്ചു പോണം. പൗലോസ് പറഞ്ഞ പോലെ ഒന്നുമില്ലാത്തവനായി, അതാരാ പറഞ്ഞത്? ജോബാ പറഞ്ഞില്ലേ? ഒന്നുമില്ലാത്തവനായി. യോബിനൊന്നും ഇല്ലായിരുന്നു അമ്മമ്മേ.
എന്നിട്ട് എന്താ പറഞ്ഞത്? ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു. എനിക്കെൻ്റെ ദൈവം തന്നു, ദൈവം എടുത്തു. ഒന്നിലും ഇയ്യോബ് ഗുണം പിടിക്കാത്ത പെണ്ണും പുള്ള. നിങ്ങളുടെ കാര്യമല്ല. എന്താ പുള്ളിക്കാരി പറഞ്ഞത്? പോയി ചത്തോ? അല്ല, പോയി ചത്തോ. നീ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിന്റെ ജന്മം പാഴാക്കാതെ എൻ്റെ പൊന്ന് അച്ചായ. പുള്ളി ഇങ്ങനെ ഓടുകൊണ്ട് ചെറുപ്പിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ. ഓ, ഇതൊരു മനുഷ്യനാ. ഇയ്യോബിന്റെ ലേഖനം 17-ാം അധ്യായം നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? എടുത്താട്ടെ, ഇയ്യോബിന്റെ പുസ്തകം എടുത്താട്ടെ. ദൈവാത്മാവ് നമ്മളെ ഈ നിലയിൽ നയിക്കുന്നുള്ളൂ, അങ്ങനെ പോവുക. ജോബിന്റെ പുസ്തകം എല്ലാവരും എടുത്താട്ടെ. ജോബിന്റെ പുസ്തകം എത്രയാ പേജ്? എത്ര? 553. അല്ല, ഏകദേശം കിട്ടും, ഏകദേശം കിട്ടും. അത് മതി. ജോബിന്റെ പുസ്തകം നിങ്ങൾ വായിച്ച് പഠിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു അധ്യായം തരികയാണ്. 31-ാം അധ്യായം. എല്ലാ ലോകത്തുള്ള എല്ലാ പെന്തക്കോസ്തുകാരും പാസ്റ്റർമാരും വിശ്വാസികളും സഹോദരി സഹോദരന്മാരും നന്നായിട്ട് വായിച്ച് പഠിക്കേണ്ട ജോബിന്റെ 31-ാമത്തെ അധ്യായം. ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ബോധം കെട്ട് പോകാത്തത് മഹാഭാഗ്യം. അത്ര ഭയങ്കരമാണ്. എനിക്ക് വേദോസ്തം വായനയാണ് എൻ്റെ ഹോബി, പ്രാർത്ഥന. ഇത് രണ്ടും ഉള്ളൂ. വലിയ ലോക അറിവൊന്നും എനിക്കില്ല. പക്ഷേ വചനത്തിൻ്റെ ജ്ഞാനം ഒരല്പം കർത്താവ് തന്നിട്ടുണ്ട്. സ്വർഗീയമായ ജ്ഞാനം കർത്താവ് കുറച്ച് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. അദ്ദേഹം പറയുന്ന 5-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. അത് കുറച്ച് വായിക്കണേ പാസ്റ്റർ. ആ, 6-ാം വാക്യം. ആ, പെന്തക്കോസ്തുകാരെ നമുക്കിത് പറയാൻ പറ്റുമോ? ജോബിനെ പോലെ യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂട്ടാളി പോലും ശാപവാക്കുകൾ പറഞ്ഞ് പരിഹസിച്ചപ്പോൾ ഭക്തനായ ജോബ് ദൈവത്തോട് പറയുകയാണ്, എൻ്റെ ദൈവം എനിക്ക് തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഷ്ടതയുടെ തീച്ചൂളയിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ജോബ് നമ്മൾ എത്ര പേരെ ചെയ്യുന്നുണ്ട്? ഞാൻ കഷ്ടത വരുമ്പോൾ പിറുപിറുക്കുന്നവനാണ്. കർത്താവേ, എന്താണ് ഈ കഷ്ടത ഒന്ന് മാറ്റാത്തത്? എൻ്റെ സ്വഭാവം അങ്ങനെ. എനിക്ക് അത്രയും വിശ്വാസമുള്ളൂ, എനിക്ക് അത്രയും പ്രത്യാശയുള്ളൂ. നമ്മളൊക്കെ എങ്ങനെയായിരിക്കുന്നു? അപ്പൊ ജോബിനെ പോലൊരു കാഴ്ചപ്പാട് തരാൻ നമ്മൾ പ്രാർത്ഥിച്ചോ. 7-ാം വാക്യം വായിച്ചോട്ടോ. ആ, ആ, അടുത്ത അടുത്ത ആമേൻ, ആമേൻ. വായിച്ചോ. അടുത്ത് അടുത്ത് ആമേൻ. അടുത്ത് പ്രൈസ് ദി ലോർഡ്. അടുത്ത് ആ, ആ, ആമേൻ. സ്തോത്രം. അടുത്ത് ഇനി 16-ാം വാക്യം. ആ, അടുത്ത് സ്തോത്രം. ആ, ഇനി 19-ാം വാക്യം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇല്ലെങ്കിൽ ആ, ആണ്. ആമേൻ. അടുത്ത് അപ്പൊ അടുത്ത് അടുത്ത് ആ, ആമേൻ. അടുത്ത് ആ, വായിച്ചു. 24-25 കൂടി വായിച്ചാൽ മതി. ആ, ആമേൻ. ആ, 33-ാം വാക്യം കൂടി.
ഞാൻ ആദാമിനെ പോലെ എന്റെ ലേഖനം മൂടി ആ എന്റെ അകൃത്യം ആരുടത്ത് മറച്ചു വെച്ചു. മതി, ബാക്കി നിങ്ങൾ വായിച്ചോ, വീട്ടിൽ പോയി വായിച്ചോ. എല്ലാ ദൈവമക്കളോടും ഞാനൊരു അഭ്യർത്ഥന, ഒരു സാധു ഉപദേശി പറയാ, ജോബിന്റെ പുസ്തകം 31-ാം വാക്യം. അത് തന്റെ പ്രാഗൽഭ്യമാണ്, ദൈവസന്നിധിയിൽ തന്റെ പ്രാഗൽഭ്യമാണ്. ഹല്ലേലൂയ. തനിക്കെതിരെ സ്നേഹിതന്മാർ വന്ന് പരിഹാസത്തിന്റെ തീയമ്പുകൾ എഴുതുവിടുമ്പോഴും ഈ ഭക്തൻ ദൈവത്തിലെ പ്രാവിനെ പോലെ കുറുകി പ്രാർത്ഥിക്കുക. അവസാനം എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ സ്നേഹിതന്മാര് നശിച്ചു പോകാതിരിക്കാൻ എന്ത് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി യോബ് പ്രാർത്ഥിക്കണമായിരുന്നു. അതുപോലെ നമ്മളെ പഠിക്കുകയും ദൂഷിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സ്ഥിതിവിശേഷം വരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ഏടുകളിൻ്റെ അടുത്ത് പറയാം, അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു സ്ഥലത്തൊരു ശുശ്രൂഷയ്ക്ക് ചെയ്തു. ദൈവവചനം ശക്തിയോടെ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ എന്നെ അങ്ങ് വല്ലാതെ വേദനിപ്പിച്ചു. പുള്ളി പറയണത് ഞാൻ പാസ്റ്ററിലിട്ട് കുത്തിയത്. ഞാനെന്ത് കുത്തി? ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ടാണ് ചെന്നത്. വചനം പറഞ്ഞപ്പോൾ പുള്ളിക്ക് കുത്തുകൊണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? പുതിയ നിയമസഭയുടെ ആവിർഭാവം എങ്ങനെയായിരുന്നു പാസ്റ്ററെ? പത്രോസിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ എന്ത് ചെയ്തു? കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ടു, ദൈവമക്കളായി തീർന്നു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നരകത്തിന് വിധിക്കപ്പെട്ട് കിടന്ന 3000 എണ്ണം സ്വർഗത്ത് പോകാനിടയായില്ലേ അമ്മമ്മേ? അതല്ലേ ദൈവത്തിന്റെ പ്രവൃത്തി. അതിന് കുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്താ പറ്റും? മൂവാറ്റുപുഴയിൽ പാർസനെ ഇരുത്തി കുത്തുക. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. പറഞ്ഞ വചനങ്ങൾ നിങ്ങൾക്ക് കുത്തുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസാന്തരപ്പെടേ. എന്നെ കണ്ണുനീരോടെ അവിടെ നിറക്കി വിട്ടു. എനിക്ക് വലിയ ദുഃഖം തോന്നി ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ. ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന സംഭവമാണ്. ഉപവാസപ്രാർത്ഥന, 3 ദിവസം ഉപവാസപ്രാർത്ഥന. ഞായറാഴ്ച ഞാൻ സഭായത്തിന് ഒരുങ്ങിയിരിക്കുമ്പോൾ ഒരു ടെലിഫോൺ, പാസ്റ്റർ എവിടെയാ? ഞാൻ പറഞ്ഞു ഇതെന്തോ പറ്റി പാസ്റ്റർ എവിടെ? പുള്ളിക്ക് ശ്വാസം മുട്ട്, ഹോസ്പിറ്റലിൽ പോയി കിടക്കുക, ചാകാറായി, ഭയങ്കര ശ്വാസം മുട്ടുക. ഒറ്റ ദിവസം കൊണ്ടുണ്ടായ സംഭവമാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു എന്താ പറ്റി പാസ്റ്ററെ? ഞാൻ ഈ അയോഗ്യമായ നിലയിൽ പാസ്റ്ററോട് ഇടപെട്ടു. ഇന്നലെ ദൂത് പറഞ്ഞപ്പോൾ ഏറ്റെടുത്തില്ല. പാസ്റ്റർ എന്നോട് പൊറുക്കണം, ക്ഷമിക്കണം. പിന്നെ ചെന്ന് പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വന്നു. മനസ്സിലാകണം, നമ്മൾ നിർമ്മലമായ ദൈവവചനം പറഞ്ഞു പോയിച്ചാൽ ഒന്നും അറിയണ്ട. കർത്താവ് നോക്കിക്കോളും ബാക്കി. എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, അമ്മമാരെ, നമ്മൾ സത്യം പറയാൻ തുറന്നു പഠിക്കാൻ മടിക്കേണ്ട കാര്യമില്ല. നമ്മളെ നടത്തുന്ന കർത്താവാണ്. വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. സ്വത്രം. യോബിന്റെ ജീവിതത്തിന്റെ തനിക്കെതിരെ വന്ന ക്രൂരമായ തീയമ്പുകള് തൻ്റെ സഹോദരങ്ങളും സ്നേഹിതന്മാരും തനിക്കെതിരെ അടിച്ചുവിട്ടപ്പോൾ താൻ അവരോടൊന്നും വഴക്ക് പറയാൻ പോയില്ല, പിണങ്ങാൻ പോയില്ല. താൻ ഓട്ടിയൊക്കെ കൊണ്ട് ചുരുങ്ങി ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്വന്തം കൂടെ ഭാര്യ പോലും നിന്ദിച്ചപ്പോൾ അവിടെ ഭക്തനായ മനുഷ്യൻ എന്ത് ചെയ്തു? സഹിഷ്ണുതയോടെ നിന്നു. അതുകൊണ്ടാണ് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ജോബിനെ കുറിച്ച് പറയുന്ന പ്രസ്താവന എന്ന് പറയാമോ? യോബ് സഹിഷ്ണുതയ്ക്ക് നിദാനമായിട്ട് എടുത്ത് വായിച്ചു. വേണമെങ്കിൽ യാക്കോബിന്റെ ലേഖനം എടുത്താട്ടെ. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ, സ്തോത്രം, കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. അടുത്ത യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു. കർത്താവ് മഹാ കരുണയും ആമേൻ. കണ്ടോ, യാക്കോബ് എടുത്തിരിക്കുക, പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുക. എത്ര മനോഹരമായ ഒരു പ്രസ്താവനയാണ്. ഹല്ലേലൂയ. തീച്ചുള സമാനമായ പ്രശ്നത്തിലേക്ക് കടന്നുപോയ ജോബിനെ പുതിയ നിയമസഭയിലെ വിശ്വാസികൾക്ക് ഒരു മാതൃകാ പുരുഷനായിട്ട് എടുത്തു തന്നിരിക്കുക. അതുകൊണ്ട് കഷ്ടതകൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരും, പിറുപിറുക്കരുത്. സഹിഷ്ണുതയോടെ മുമ്പോട്ട് പോകുക. പാസ്റ്റർ എനിക്ക് സഹിഷ്ണുതയില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, എല്ലാം അതിലുണ്ട്. സഹിഷ്ണുതയോടെ ദൈവസന്നിധിക്കുക. കഷ്ടതകൾ വരുമ്പോൾ പിറുപിറുക്കരുത്, പ്രയാസങ്ങൾ വരുമ്പോൾ പിറുപിറുക്കരുത്, ക്രൂരമായ അമ്പുകൾ വരുമ്പോൾ പിറുപിറുക്കരുത്. ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് നമ്മുടെ അവസ്ഥകൾക്കെല്ലാം വ്യത്യാസം വരുത്തും. നമുക്കെതിരെ കുറുകിപ്പോയവരെ ദൈവം അവരോട് ഇടപെടും. ദൈവം അവരെ കൊണ്ടുവന്ന് നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തും. ഹല്ലേലൂയ.
കാരണം ദൈവത്തിന്റെ വിശ്വസ്തതയാ. പ്രമാണത്തിൽ നിൽക്കുന്നവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. ദൈവമക്കളെ, ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ വഴി പ്രശ്നത്തിൽ ഞാൻ വളരെ ഭാരപ്പെടുകയാണ്. കർത്താവ് എന്നോട് പ്രവചിച്ചു, അവർ നിന്നോട് പ്രവചനവാക്യമായിട്ട് 53:54 എടുത്തുനിന്ന് വായിച്ചു. യെശയ്യാപ്രവചനം 53:54 എന്നോട് ഇടപെട്ടൊരു വാക്യമാണ്. എനിക്ക് വലിയ സന്തോഷമായത് കേട്ടപ്പോൾ. ഒത്തിരി പ്രശ്നത്തിൻ്റെ നടുവിലാണ് ഞാൻ ആ ഒരു വഴിയോടനുബന്ധിച്ച ഒരു വിഷയത്തിൽ ഞാൻ മുമ്പോട്ട് പോകുന്നത്. യെശയ്യാവ് 53 സ്തോത്രം. നിന്നോട് വാദിക്കുന്നവർ പരാജയപ്പെട്ടു പോകുന്നൊരു വാക്യം. മറ്റേ ബൈബിളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. നിനക്ക് 54:17 വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നമ്മൾ നീതിയോടെ ആരെയും ഉപദ്രവിക്കാതെ ദൈവത്തിന്റെ നീതിയോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാൽ, നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അത് ദൈവം ഇടപെട്ടു. പുതിയ നിയമത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെ തൊടുന്നവൻ. നമുക്കത് വിശ്വാസമില്ല. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വാക്യം പ്രാർത്ഥിച്ചാൽ മതി. നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുകയും കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ കർത്താവ് നോക്കിക്കോളൂ ആ കാര്യം. 100 അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ, ജോലിപരമായ ജീവിതത്തിലേക്ക് അനുഭവങ്ങളുണ്ട്. എന്നാൽ ചില പുതിയ പ്രതിസന്ധി വരുമ്പോൾ ഇതൊക്കെ നമ്മൾ മറന്നു പോവുക. അപ്പം നമ്മൾ എന്നെ കൂടി ഓർപ്പിക്കുക ദൈവം. അതുകൊണ്ട് ആരും ഭാരപ്പെടണ്ട. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? പ്രാർത്ഥനയിലേക്ക് വരാം. പ്രാർത്ഥനയാണല്ലോ നമ്മൾ ഇത്ര അങ്ങോട്ട് കൊണ്ടുപോയത്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. സ്തോത്രം. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അവൻ്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. എന്താ ദൈവമക്കളെ, അവകാശത്തിന്റെ മഹിമാധനം എന്തതാണ്? ഒന്ന് പഠിക്കണ്ടേ? ദൈവത്തിന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്താണ്? എറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി, തേജസ്സിന്റെ നിത്യഘനം. ദൈവം നമുക്ക് തരുന്നത് ദൈവത്തിന്റെ തേജസ്സാണ്. ആദാം നഷ്ടപ്പെടുത്തിയ ദൈവത്തിന്റെ തേജസ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടെ ആ തേജസ്സിന്റെ നിത്യഘനമായ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം അവൻ നമുക്ക് തരാൻ പോകുകയാണ്. നിഷ്പാപയുഗത്തിൽ ആദാം ആയിരുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ എൻ്റെ ഭാവനയിൽ ഒന്ന് കണ്ടു നോക്കി. എങ്ങനെയായിരുന്നു ഭാവനയെ കാണുമ്പോ? ക്രിസ്തുവിനെ പോലെ അല്ല ദൈവത്തിന് അവർക്ക് കൊടുത്ത ഉൽപ്പത്തി പുസ്തകം അത് തേജസ് കൊണ്ട് നിറച്ചെന്ന് മാത്രമല്ല, തേജസ് മാത്രമല്ല, അവന് കൊടുത്ത ചില അവകാശങ്ങളുണ്ടായിരുന്നു. 1-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം, 26-ാമത്തെ വാക്യം. അനന്തരം ദൈവം മനുഷ്യനെ ഉണ്ടാക്കുക. ആമേൻ. അപ്പൊ ആദാമിന് കൊടുത്ത ആ ബ്ലെസ്സിങ് എന്തായിരുന്നു? ഭൂമിയിലുള്ള സകലത്തെയും അടക്കി വാഴും. ദൈവം കൊടുത്തതാണത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം കൊടുത്ത ആ പദവി, ആ ബ്ലെസ്സിങ് അവൻ നഷ്ടപ്പെടുത്തി. എങ്ങനെ നഷ്ടപ്പെടുത്തി? അരുത് എന്ന് പറഞ്ഞത് ചെയ്തപ്പോൾ. അപ്പൊ നമുക്ക് ഈ പുസ്തകത്തിലൂടെ തന്നിരിക്കുന്ന ഉപദേശങ്ങൾ പലതും നമ്മൾ തെറ്റിക്കുന്നതുകൊണ്ടാണ് ദൈവം നമുക്ക് അധികാരവും അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്ങും ഒക്കെ തരാതിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിക്കോണം. ദൈവം പറയുന്നത് പലതും നമുക്ക് അനുസരിക്കാൻ മനസ്സില്ല.
എനിക്ക് പ്രസംഗിക്കാൻ പറ്റും, എനിക്കത് അനുസരിക്കാൻ കൂടി പറ്റണം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, അതനുസരിക്കാൻ കൂടി പറ്റണം. നമുക്ക് പ്രസംഗിക്കാൻ പറ്റും, അതനുസരിക്കാൻ കൂടി പറ്റണം. അപ്പോഴാണ് ആ ബ്ലെസ്സിങ് മുഴുവൻ നമുക്ക് കിട്ടുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ വചനമനുസരിച്ച ഭൂമി മുഴുവൻ അനുസരിക്കാം. അല്ല, ആദാമിനോട് പറഞ്ഞ കാര്യമാ ലോകത്ത് മുഴുവൻ അടക്കി വാടാനായിട്ടുള്ള അനുഗ്രഹം അവന് കൊടുത്തത്. യേശുവിനെ പരീക്ഷിക്കാൻ നേരത്തെ അവൻ പറയുന്നൊരു പ്രയോഗമുണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന് കല്ലപ്പമായി തീരാൻ പറയുക, 2 ചാടാൻ പറയുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ ആ ലോകത്തിലെ കല്ല് മുഴുവൻ പറക്കിക്കൊണ്ട് മുമ്പിലിട്ടിട്ട് എല്ലാം അപ്പമാക്കി കൊടുത്ത് വലിയ ഗോഡൗണും പണിത് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഒരു അക്കൗണ്ടിനെയൊക്കെ വെച്ച് എന്ത് ചെയ്യുക? കച്ചവടം നടത്തിയല്ലേ. അതിന് പേര് വിട്ടുവേണേ, ഓമന പേര്, ഗിൽഗാൽ ഫുഡ് ഫാക്ടറി. ബൈബിളിലെ പേര് തന്നെ ഇടതോട്ട്. ഇന്നെല്ലാവരും സുവിശേഷം വിറ്റ് തിന്നുകയല്ലേ. ഈ ന്യൂ ജനറേഷൻ മുഴുവൻ അപ്പം വിറ്റ് തിന്നുകയല്ലേ ദൈവവചനം. വചനം വിറ്റ് കോടീശ്വരന്മാരായവരല്ലേ ഇവരൊക്കെ. അവർ ദൈവവുമായിട്ട് ആ ബന്ധം കണക്ക് തീർത്തോട്ടെ, എനിക്ക് അതൊന്നും പറയാനില്ല. സ്തോത്രം, സ്തോത്രം. എന്നാൽ 3ാമത്തെ പരീക്ഷ എന്തായിരുന്നു? നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. അപ്പൊ ഞാനാലേക്ക് ഇതെല്ലാം കൂടി അവനെങ്ങനെ ആരെ ഉണ്ട് അവന് കൊടുത്തത്? എന്തോ ഇതെല്ലാം നിനക്ക് തരാം, അത് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ആരാന്ന് എൻ്റെ ചോദ്യം. ദൈവമാണ് ഏൽപ്പിച്ചു കൊടുത്തത്. ആരാ? ആദിമ പിതാക്കന്മാർ. അവരെ ഏൽപ്പിച്ചു കൊടുത്തത് അനുസരണക്കേട് കൊണ്ട് അങ്ങോട്ട് പോയതാ. ഏൽപ്പിക്കൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം നമ്മൾ പാപം ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങോട്ട് പോകും, വല്ലയിടത്തും പോകും. മനസ്സിലായോ? ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മൾ. ഇല്ലെങ്കിൽ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടും നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിനൊരു ക്ലിപ്തതയുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ദൈവം ആ സമയത്തിന്റെ ബദ്ധതയിലേക്ക് വരാൻ ദൈവം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ യഥാസ്ഥാനപ്പെട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തെ നിഷ്ഠം ചെയ്ത് ദൈവത്തിന്റെ കർമ്മ പദ്ധതിയുടെ ഉള്ളിൽ നമ്മൾ ആയി തീരണം. ആ ബൗണ്ടറിക്ക് വെളിയിൽ പോയാൽ നമ്മൾ പോയി. ദൈവം കാര്യങ്ങളെ യഥാസ്ഥാനമാക്കുന്ന കാലമായി മാറി. പുതിയ നിയമസഭയോട് എനിക്ക് പറയാനുള്ളത്, ദൈവം യഥാസ്ഥാനമാക്കുന്നതിന്റെ 1ാമത്തെ കാര്യം, കർത്താവ് തന്റെ കാഹളം ധ്വനിച്ച് തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ പോകും. അതായത് യഥാസ്ഥാനം 1ാമത്തത്. അത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ പടിപടിയായിട്ട് ദൈവത്തിന്റെ ഓരോ പദ്ധതികളും ദൈവം യഥാസ്ഥാനപ്പെടുത്തി കൊണ്ടുവരിക. നമ്മളാരും അതറിയുന്നില്ല. നമ്മളെല്ലാം വി ആർ ബിസി. പക്ഷേ ആ മെസ്സേജ് കേട്ടോ, അയ്യോ ഭയങ്കര തിരക്കാ പക്ഷേ എനിക്കതൊന്നും കേൾക്കാൻ നേരമില്ല. എന്നാ വേണ്ട. ഹല്ലേലൂയ. നമ്മളീ പറയുന്നത് തന്നെ വേറെന്താ? ദൈവത്തിന്റെ കർമ്മ പദ്ധതിയിൽ നമ്മൾ ആയിരിക്കണമെന്നാണ് നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, വേറെ ഒന്നും നമ്മളിവിടെ പറയുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവം കൊടുത്ത അധികാരം. ഹല്ലേലൂയ. ഇനി അതിൻ്റെ 22 മുതലുള്ള വാക്യം വായിക്കാം. 3:22.